ഇപ്പോൾ പുതിയൊരു തട്ടിപ്പ് കേസിൽ പെട്ടിരിക്കുകയാണ് ഫിഡ ഫാത്തിമ. കുറച്ച് നാൾ മുമ്പ് നീരജ് ആണെങ്കിൽ ഇപ്പോൾ ഫാത്തിമയാണ്. ഈ പുതിയതായിട്ട് വന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് കണക്ക് റഷ്യയിലുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഈ വാറ് സമയത്തുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റായിട്ട് ബാങ്കിൽ കൂടെ ഒന്നും ഇതേ കണക്ക് പൈസയൊന്നും കോളേജിൽ അടയ്ക്കാൻ പറ്റത്തില്ലായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ ഇവർ ഇതേ കണക്ക് അടച്ചു കൊടുക്കാമെന്നുള്ള രീതിയിലുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുക, അത് കഴിഞ്ഞിട്ട് കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അത് വേറെ രീതിയിൽ പോയി വേറെ ഒരു കോളേജിൽ പഠിക്കുന്നവർക്ക് അടുത്ത കോളേജിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി കൊടുക്കാം, എന്നിട്ട് ആ കോളേജിലുണ്ടെങ്കിൽ സ്കോളർഷിപ്പ് വഴി കയറ്റി അവിടെ ഫ്രീ ആയിട്ട് തന്നെ അങ്ങോട്ട് പഠിച്ചു പോകാമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ നിന്ന് പൈസ വാങ്ങുകയും പിന്നെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു കാര്യങ്ങളും ചെയ്തു കൊടുക്കാതെ അവസാനം അവരുടെ നിന്ന് ഒരുപാട് പൈസ തട്ടി അവസാനം 8 കോടിയോളം രൂപയുണ്ടെങ്കിൽ അവർ തട്ടിയെടുത്തെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ പരാതി വന്നുകൊണ്ടേ ഇരിക്കുന്നത്. സോ ഇതുപോലത്തുള്ള ഒരുപാട് തട്ടിപ്പുകളുണ്ടെങ്കിൽ ഇപ്പോൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിനെതിരെ ഇതുവരെ അവരൊന്നും പറഞ്ഞിട്ടുമില്ല. സോ ഇതേപോലത്തുള്ള ഒരുപാട് പേരുണ്ട് വിദേശങ്ങളിൽ പഠിക്കുന്ന, വേറെ കോളേജുകളിൽ ഇതേ കണക്ക് ചേർത്ത് തരാം, അല്ലെങ്കിൽ സ്കോളർഷിപ്പോടെ ചേർത്ത് തരാം, പിന്നെ ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് പഠിക്കാമെന്നുള്ള രീതിയൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഒരുപാട് പേര് നിൽക്കുന്ന കോളേജിൽ നിന്ന് തന്നെ ഇതേ കണക്കുണ്ടെങ്കിൽ ട്രാൻസ്ഫറിനുള്ള സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ച് വെച്ചിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഇവർ ഇതേ കണക്ക് ഇവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഇവർ പറയും ഇപ്പോൾ ആപ്ലിക്കേഷൻ വരും അല്ലെങ്കിൽ നാളെ വരുമെന്ന് പറഞ്ഞ് ഇങ്ങനെ അവരുടെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറയും. ചിലർക്കുണ്ടെങ്കിൽ 3 മാസത്തെ അല്ലെങ്കിൽ വിസയുടെ കുറച്ച് നാളെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ അവർ പിന്നെ നാട്ടിൽ വരും. പിന്നെ അവരെ വിളിച്ച് ചോദിച്ചാൽ ഇവർ ഉടായിപ്പ് എന്തെങ്കിലും ന്യായം പറഞ്ഞുണ്ടെങ്കിൽ അത് കളയുകയാണ് ചെയ്തുകൊണ്ടേ ഇരുന്നത്.